എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് DLEDന്റെ 1ാം സെമസ്റ്ററിലെ മലയാളം 4ാമത്തെ യൂണിറ്റുമായിട്ടാണ്. ഈ ഒരു ചാപ്റ്ററോട് കൂടി ഈ ഒരു പേപ്പർ ഫിനിഷ് ആവും. അടുത്തതായിട്ട് വേണ്ട പേപ്പർ ഏതാണെന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. യൂണിറ്റ് 4ന്റെ പേര് കുട്ടികളുടെ സാഹിത്യം എന്നാണ്. ബാലസാഹിത്യത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിലൂടെ ചർച്ച ചെയ്യുന്നത്. എലമെന്ററി ക്ലാസ്സുകളിൽ മാതൃഭാഷ പഠിക്കുന്ന 6 മുതൽ 14 വയസ്സുവരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള സാഹിത്യശാഖയാണ് ബാലസാഹിത്യം. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാഹിത്യശാഖ ഏതാന്ന് ചോദിക്കുമ്പോൾ അത് ബാലസാഹിത്യം തന്നെ ആയിരിക്കും. 1ാം തരം മുതൽ 8ാം തരം വരെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ ബാലസാഹിത്യത്തിന്റെ വിവിധ മേഖലകളും ശാഖകളും കാലഘട്ടങ്ങളും പ്രസിദ്ധീകരണങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് ബാലസാഹിത്യം ഇഷ്ടമായതുകൊണ്ട് തന്നെ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള അധ്യാപകർ ഈ ഒരു ബാല്യസാഹിത്യത്തിന്റെ എല്ലാ തരത്തിലുള്ള മേഖലകളും അറിഞ്ഞിരിക്കണം. കുട്ടികളുടെ സാഹിത്യം എന്ന ഈ യൂണിറ്റിലൂടെ കടന്നു പോകുമ്പോൾ മലയാള ബാലസാഹിത്യത്തിന്റെ സവിശേഷതകൾ, ബാലസാഹിത്യ കൃതികളുടെയും പ്രസിദ്ധീകരണങ്ങളുടെയും ക്ലാസ് റൂം സാധ്യതകൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നേടാൻ ഓരോ അധ്യാപക വിദ്യാർത്ഥിയും കഴിയണം. അപ്പൊ നമ്മൾ ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നതിലൂടെ ബാലസാഹിത്യത്തിന്റെ സവിശേഷതകള്, ബാലസാഹിത്യ കൃതികളുടെയും പ്രസിദ്ധീകരണങ്ങളുടെയും ക്ലാസ് റൂം സാധ്യതകൾ തുടങ്ങിയവയൊക്കെ അവയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നേടാൻ വേണ്ടിയിട്ട് കഴിയണം. മലയാളത്തിൽ വൈവിധ്യമാർന്ന ബാലസാഹിത്യമുണ്ടെന്നും അവയിൽ കുട്ടികൾക്ക് യോജിച്ച ഭാഷയും പ്രമേയവുമാണ് കൈകാര്യം ചെയ്യുന്നുവെന്നതും ഇതിലൂടെ കുട്ടികളുടെ ജിജ്ഞാസ, വായന, സർഗാത്മകത എന്നിവ വളർത്താൻ സാധിക്കുമെന്നും നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിലൂടെ തന്നെ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് വേണ്ടി മുതിർന്നവർ എഴുതുന്നവയും കുട്ടികൾ തന്നെ എഴുതുന്നവയും ബാലസാഹിത്യ മേഖലയെ സമ്പന്നമാക്കുന്നു. ഇപ്പോൾ ബാലസാഹിത്യം എന്ന് പറഞ്ഞാൽ കേവലം കുട്ടികൾ എഴുതുന്നതല്ല, മറിച്ച് കുട്ടികളും അതുപോലെ തന്നെ വലിയവരും ഈ ഒരു സാഹിത്യ മേഖലയിൽ എഴുതുന്നുണ്ട്. ഇത്തരം ബാലസാഹിത്യ കൃതികളെയും പ്രസിദ്ധീകരണങ്ങളെയും ഉൾപ്പെടുത്തി പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഭാഷാ പഠന ക്ലാസ് തീർച്ചയായും ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൈവരിക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് അറിഞ്ഞിരിക്കുക. എന്താണ് ബാലസാഹിത്യം? ബാലമനസ്സിൽ ചിന്തയും ഭാവനയും പകർന്നു കൊടുക്കുന്നത് മഹത്തായ ഒരു കർമ്മമാണ്. മൂർത്തവും ചലനാത്മകവുമായ ഒന്നിലേക്ക് മാത്രമേ കുട്ടികളുടെ മനസ്സ് സഞ്ചരിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ ചിന്തയും ഭാവനയും പകർന്നു കൊടുക്കുന്നത് മഹത്തായിട്ടുള്ള ഒരു കർമ്മമാണ്. മൂർത്തമായിട്ടുള്ളതും അതേപോലെ ചലനാത്മകവുമായിട്ടുമുള്ള ഒന്നിലേക്ക് മാത്രമേ കുട്ടികളുടെ മനസ്സ് സഞ്ചരിക്കുകയുള്ളൂ. എന്ത് കണ്ടാലും കേട്ടാലും അതിന്റെ വിശദാംശങ്ങളിലേക്ക് ബാലമനസ്സ് കുതിക്കും. നമ്മൾ എന്തൊരു കാര്യം പറഞ്ഞാലും അതിന്റെ ഒരു വിശദാംശങ്ങളിലേക്ക് എന്ത് ചെയ്യും, കുട്ടികളുടെ മനസ്സ് അത് തേടിപ്പോകും. കുട്ടികളുടെ ജിജ്ഞാസ വളരണം. അവരുടെ മനസ്സ് കണ്ണാടി പോലെയാണ്. സ്വഭാവ രൂപീകരണത്തിന് പോലും പ്രഥമ സ്ഥാനമുള്ള ബാല്യകാലത്ത് അവർക്കായി ലഭിക്കുന്ന സാഹിത്യ രചനകൾ ഇത്തരം നിരവധി ഘടകങ്ങൾ ഉൾച്ചേർന്നവയായിരിക്കണം. അപ്പം കുട്ടികളുടെ സ്വഭാവ രൂപീകരണം നടക്കുന്നത് ഈ ഒരു ബാല്യകാലത്തായതുകൊണ്ട് തന്നെ ഈ ഒരു ബാല്യകാലത്ത് അവർക്ക് ലഭിക്കുന്ന സാഹിത്യ രചനകൾ നിരവധി ഘടകങ്ങൾ എന്ത് ചെയ്യണം, ഉൾച്ചേർന്നവയായിരിക്കണം. ബാലസാഹിത്യം അവയുടെ സമസ്ത ഘടകങ്ങളിലും പ്രതിപാദനത്തിലും സമഗ്രത പുലർത്തുന്നവയായിരിക്കണം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികളുടെ സാഹിത്യത്തിലെ ഭാഷ, ശൈലി, അവതരണം എന്നിവ മാത്രമല്ല സകല ഘടകങ്ങളും അവരുടെ അഭിരുചിക്ക് അനുയോജ്യമായിരിക്കണം. അപ്പോ ഈ ഒരു ഭാഷാ, ശൈലി, അവതരണം മാത്രം നോക്കിയാൽ പോരാ, മറ്റെല്ലാ ഘടകങ്ങളും കുട്ടികളുടെ അഭിരുചിക്ക് അല്ലെങ്കിൽ കുട്ടികളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായിരിക്കണം എന്നുള്ളത് തിരിച്ചറിയാം.
കുട്ടികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കി അവരുടെ വികാര വിചാരങ്ങളുമായി അലിഞ്ഞു ചേരാൻ കഴിയുന്ന രചനകളാണ് നല്ല ബാലസാഹിത്യത്തിൽ ഉൾപ്പെടുന്നത്. മുതിർന്നവരുടെ ലോകത്ത് നിന്ന് തികച്ചും വിഭിന്നമായ ഒരു ലോകം, കുട്ടികളുടേത് മാത്രമായ ഒരു മായാപ്രപഞ്ചം സൃഷ്ടിക്കുക എന്ന അതിമഹത്തായ ഒരു കൃത്യമാണ് നല്ല ബാലസാഹിത്യ രചനകൾ ചെയ്യുന്നത്. ഈ ഒരു നല്ല ബാലസാഹിത്യ രചയിതാക്കൾ ചെയ്യുന്നത് അത് കുട്ടികളുടേത് മാത്രമായിട്ടുള്ള ഒരു മായാപ്രപഞ്ചം സൃഷ്ടിക്കുക എന്ന കൃത്യമാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ബാലസാഹിത്യം രസിക്കാൻ മാത്രമുള്ളതാവരുത്. ബാലസാഹിത്യം എന്താവരുത്? രസിക്കാൻ വേണ്ടി, കേവലം വിനോദത്തിനു വേണ്ടി മാത്രമാവരുത്. മറിച്ച് സ്നേഹം, ദയ, സത്യം, അനുസരണ, അച്ചടക്കം, സാഹോദര്യം, സഹകരണം, ഗുരുഭക്തി, രാജ്യസ്നേഹം, പ്രകൃതി സ്നേഹം, മാതാപിതാക്കളോടുള്ള സ്നേഹം, സ്വാതന്ത്ര്യത്തിന്റെ വില തുടങ്ങിയ മഹനീയ ആശയങ്ങളുടെ ആദ്യ കിരണങ്ങൾ കൊളുത്തിവെക്കാൻ ബാലസാഹിത്യത്തിന് കഴിയണം. ഈ ഒരു ബാലസാഹിത്യം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ മൂല്യങ്ങളുടെയും ആദ്യ കിരണങ്ങൾ കൊളുത്തിവെക്കാൻ വേണ്ടിയിട്ട് കഴിയണം. തങ്ങൾ ജീവിക്കുന്ന സാമൂഹ്യ പരിസ്ഥിതികളാണ് കുട്ടികളുടെ ഭാവി ജീവിതം നിയന്ത്രിക്കുന്നത്. ഒരു കുട്ടി അവന്റെ വളർച്ചയിൽ വിവിധ ഘട്ടങ്ങൾ തരണം ചെയ്യേണ്ടിയിരിക്കുന്നു. ഓരോ ഘട്ടത്തിലും കുട്ടിയുടെ മാനസികവും വൈജ്ഞാനികവും വൈകാരികവുമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഔപചാരിക വിദ്യാഭ്യാസം മതിയാകാതെ വരും. സ്വയം വായിക്കാൻ ആവശ്യമായ പുസ്തകങ്ങൾ കുട്ടികൾക്ക് വേണ്ടിവരും. ഇവിടെയാണ് നമ്മുടെ ബാലസാഹിത്യത്തിന്റെ പ്രസക്തി. ഈ അവസരത്തിൽ വായനയ്ക്കായി അവർക്ക് ലഭിക്കുന്ന കൃതികൾ രസപ്രയാഗത്വത്തിൽ കൂടുതൽ സമ്പന്നവും സ്വാഭാവികതയിൽ കൂടുതൽ സത്യസന്ധവും കലാത്മകതയിൽ കൂടുതൽ രമണീയവും ശൈശവത്തിന്റെ സൂക്ഷ്മവും നിത്യനൂതനവുമായ സംവേദനത്തോട് പ്രതികരിക്കുന്ന എല്ലാ ഗുണങ്ങളിലും കൂടുതൽ സമൃദ്ധവുമായിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി ബാലസാഹിത്യത്തെക്കുറിച്ച് സാഹിത്യകാരന്മാരുടെ അഭിപ്രായങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതെന്ത് ചെയ്യുക? അത് മുഴുവനായിട്ട് നിങ്ങളൊന്ന് നോക്കി പോവാ. അതൊന്ന് വായിച്ച് ഓരോരുത്തരും ബാലസാഹിത്യത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ശാന്ത രാമേശ്വർ റാവുവും തൽവി ഗോപാലകൃഷ്ണനും സുഗതകുമാരിയും നിരങ്കാർ ദേവ് സേവകും എം വെങ്കട്ടറാവും ഒക്കെ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഭാഗം ഒന്ന് അവരെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതൊന്ന് നോക്കാം. അതൊന്ന് നോക്കി വെറുതെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും കൂടുതൽ ചോദിക്കാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ വെറുതെ ഒന്ന് നോക്കിപ്പോയാൽ മതി. ഇനി നമ്മൾ ബാലസാഹിത്യം അതിൻ്റെ ആദ്യത്തെ ചുവടുകളെ കുറിച്ചാണ് നോക്കുന്നത്. ഒരു പ്രത്യേക സാഹിത്യ പ്രസ്ഥാനം എന്ന നിലയിൽ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെയാണ് ബാലസാഹിത്യം കടന്നു വന്നത്. അപ്പൊ ഈ ഒരു ബാലസാഹിത്യം വന്നിട്ടുള്ളത് ഒരു 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെയാണ്. പ്രാചീന ഭാരതത്തിലും മധ്യകാല യൂറോപ്പിലും ബാലസാഹിത്യത്തിന്റെ ആദ്യകാല രചനകൾ മുന്നേ തന്നെ കണ്ടെത്താൻ കഴിയും. ഇപ്പോ പ്രാചീന ഭാരതത്തിലും മധ്യകാല യൂറോപ്പിലും ഈ ഒരു ബാലസാഹിത്യത്തിന്റെ ആദ്യകാല രചനകൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയുമായിരുന്നു. വിഷ്ണു ശർമ്മ രചിച്ച പഞ്ചതന്ത്രം, ബുദ്ധമത കാലത്തെ ജാതക കഥകൾ എന്നിവ ഭാരതത്തിലെയും, ഈസോപ്പ് കഥകൾ, കാസ്റ്റൺ എഴുതിയ മര്യാദയുടെ പുസ്തകം, ഗളിവരുടെ സഞ്ചാര കഥകൾ, ആലിസ് കണ്ട അത്ഭുത ലോകം, ഗ്രിമ്മിന്റെയും ആൻഡേഴ്സിന്റെയും കഥകൾ എന്നിവ മധ്യകാല യൂറോപ്പിലെയും ആദ്യകാല ബാലസാഹിത്യ കൃതികളായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും. ബാലസാഹിത്യ രംഗത്ത് പരിവർത്തനത്തിന് വഴിതിരിച്ചത് 1657 കൊമിനിയസ് എന്ന വിദ്യാഭ്യാസ ചിന്തകൻ രചിച്ച
ഓർബിസ് പിക്ചേഴ്സ് എന്ന കൃതിയാണ് എന്നുള്ളത് അവിടെ ഒന്ന് ഓർത്തു വെക്കുക. ചിത്രങ്ങളോടുകൂടി ലോക ബാലസാഹിത്യത്തിൽ ആദ്യമുണ്ടായ പുസ്തകമായിരുന്നു ഇത്. 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ പാശ്ചാത്യ സാഹിത്യങ്ങളിൽ ബാലസാഹിത്യത്തിന് ക്രമാനുഗതമായ വളർച്ചയുണ്ടായി. ഒപ്പം മലയാളത്തിലും അതൊരു സാഹിത്യ പ്രസ്ഥാനമായിട്ട് വികസിച്ചിട്ടുണ്ട്. ബാലസാഹിത്യം മലയാളത്തിൽ ബാലസാഹിത്യം ഒരു പ്രത്യേക ശാഖയായി വളരാൻ തുടങ്ങിയിട്ട് കാലമധികമൊന്നും ആയിട്ടില്ല. 1824 ബെഞ്ചമിൻ ബെയ്ലി കോട്ടയത്തു നിന്ന് പ്രസിദ്ധീകരിച്ച ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുത്തുന്ന വിധത്തിലുള്ള ചില ഗദ്യപാഠങ്ങൾ ഉൾപ്പെടുത്തി 1860 ഡോക്ടർ ഗുണ്ടർട്ട് പ്രസിദ്ധീകരിച്ച പാഠശാല എന്നിവയാണ് ഇതിന് തുടക്കം കുറിച്ചവ. അപ്പോ മലയാളത്തിൽ വന്നിട്ടുള്ളത് ബെഞ്ചമിൻ ബെയ്ലി കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ചെറു പൈതങ്ങൾക്ക് ഉപകാരാർത്ഥം എന്നുള്ള പുസ്തകവും അതേപോലെ ഗുണ്ടർട്ട് 1860 പ്രസിദ്ധീകരിച്ചിട്ടുള്ള പാഠശാല എന്നിവയൊക്കെയാണ് ഈ ഒരു ബാലസാഹിത്യ മേഖലയിൽ ആദ്യമായിട്ട് ഈ ഒരു വിഭാഗത്തിന് തുടക്കം കുറിച്ചവയായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയുന്നത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രചാരത്തെ തുടർന്ന് മലയാള സാഹിത്യത്തിലുണ്ടായ ഉണർവിന്റെ ഭാഗമായി വേണം ഈ രംഗത്തുണ്ടായ ആദ്യകാല യത്നങ്ങളെ നമുക്ക് കണക്കാക്കാൻ വേണ്ടി. 1867 കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ അധ്യക്ഷനായി സംഘടിപ്പിച്ച പാഠപുസ്തക കമ്മിറ്റി പ്രൈമറി തലം മുതലുള്ള പാഠഭാഗം തയ്യാറാക്കി. ഇവയിലെ രചനകൾ മുതൽ ബാലസാഹിത്യം മലയാളത്തിൽ സമ്പുഷ്ടമായ ഒരു സാഹിത്യ ശാഖയായി മാറുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. മലയാളത്തിൽ ബാലസാഹിത്യത്തിലെ വൈവിധ്യമാർന്ന ചില പടവുകളിലൂടെ കടന്നുപോവാം. എല്ലാം ഒന്ന് നമുക്ക് വായിച്ച് നോക്കാം. ഇതിഹാസങ്ങളും ബാലസാഹിത്യവും. ബാലസാഹിത്യകാരന്മാർക്ക് അവലംബിക്കാവുന്ന ഏറ്റവും വിശിഷ്ടമായ ഖനികളാണ് ഇതിഹാസങ്ങൾ. കഥാസരിത് സാഗരം, പഞ്ചതന്ത്രം, കുട്ടികളുടെ രാമായണം, കുട്ടികളുടെ ഭാഗവതം, കുട്ടികളുടെ ഭാരതം, ഇങ്ങനെ നിരവധി കൃതികൾ ഈ ഒരു വിഭാഗത്തിൽ പെടുന്നുണ്ട്. ആത്മാവിന് ആനന്ദം പകരുക മാത്രമല്ല, സംസാര മാർഗത്തിൽ വഴിതെറ്റി അലയുന്നവർക്ക് നേർവഴി ചൂണ്ടിക്കാണിക്കാനൊക്കെ ഇവ സഹായിക്കാറുണ്ട്. ബാലസാഹിത്യം പരിഭാഷയിലൂടെ. മലയാള ബാലസാഹിത്യ രംഗത്ത് വിവർത്തനം വഴി ധാരാളം കൃതികൾ എത്തിയിട്ടുണ്ട്. റഷ്യൻ ഭാഷയിൽ നിന്ന്, ചൈനീസ് ഭാഷയിൽ നിന്ന്, ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന്, ബംഗാളി, തമിഴ്, ഹിന്ദി ഭാഷകളിൽ നിന്ന് അങ്ങനെ ഒരുപാട് ഭാഷയിൽ നിന്ന് ബാലസാഹിത്യം എത്തിയിട്ടുണ്ട്. നഴ്സറി ഗാനങ്ങൾ പരിഭാഷയിലൂടെ. കുട്ടികളെ സന്തോഷിപ്പിക്കാനും സാന്ത്വനിപ്പിക്കാനും കഴിയുന്ന മനോഹരമായ ഒരു സങ്കല്പത്തിന്റെ സാക്ഷാത്കാരമാണ് നഴ്സറി ഗാനങ്ങൾ. പരിസര ഗീതങ്ങൾ, അക്ഷരഗീതങ്ങൾ, സംഖ്യാഗീതങ്ങൾ, അഭിനയഗീതങ്ങൾ, കടങ്കഥാ ഗീതങ്ങൾ, നിരർത്ഥക ഗീതങ്ങൾ, ഇങ്ങനെ നിരവധിയുണ്ട് ഈ ഗണത്തിൽ. ബാലകവിത. ആശാൻ, ജി ശങ്കരക്കുറുപ്പ്, ഇടശ്ശേരി, അക്കിത്തം, ഉള്ളൂർ എന്നിവരും ബാലകവിതകൾ രചിച്ചിട്ടുണ്ട്. ബാലരാമായണം, ഓലപ്പീലി, ഇളം ചുണ്ടുകൾ, ഭൂതപ്പാട്ട്, കാക്കേ കാക്കേ, അക്കിത്തത്തിന്റെ കുട്ടിക്കവിതകൾ, ഇങ്ങനെ ബാലകവിതകളുടെ നിര നീളുന്നു. ചിത്രകഥകളും കുട്ടികളും. കഥകൾ ചിത്രരൂപത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ഒരു ചിത്രം അഥവാ ചിത്ര പരമ്പരകൾ കണ്ട് ആ ചിത്രങ്ങൾക്ക് ആസ്പദമായ കഥകൾ ആസ്വദിക്കാൻ കഴിയുന്നു എന്നാണ് അർത്ഥം. ചിത്രങ്ങളിലൂടെ കഥകളിലെത്താനും കഥകളിലൂടെ ചിത്രങ്ങളിലെത്താനും കഴിയുന്ന രചനാവിശേഷത്തെ ചിത്രകഥകൾ എന്ന് വിളിക്കാം. 1970-കൾക്ക് ശേഷം ചിത്രകഥകൾ പൂത്തുലഞ്ഞിട്ടുണ്ട്. എല്ലാ മേഖലയിലെയും ഒട്ടുമിക്ക കഥകളും ചിത്രകഥകളായിട്ട് ബാലമനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഹാസ്യം ബാലസാഹിത്യത്തിൽ.
ഹാസ്യം ബാലസാഹിത്യത്തിൽ പ്രയോഗിക്കുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ടത് ഫലിതാംശം തിരിച്ചറിഞ്ഞ് രസിക്കാൻ കുട്ടികൾക്ക് സാധിക്കണം എന്നതാണ്. ഇങ്ങനെ കുട്ടികളെ കുടുകുടാ ചിരിപ്പിക്കുന്ന ഒരു ഹാസ്യമേഖല ബാലസാഹിത്യത്തിലുണ്ട്. മനോവിജ്ഞാനീയവും ബാലസാഹിത്യവും. ശാരീരിക വളർച്ചയ്ക്ക് ആഹാരവും വ്യായാമവും ആവശ്യമായിരിക്കുന്നത് പോലെ മാനസിക വളർച്ചയ്ക്കും വ്യക്തിത്വ വികാസത്തിനും അനുഗുണമായിട്ടുള്ള സാഹചര്യങ്ങൾ വേണം. അവയിൽ പ്രമുഖമായ സ്ഥാനം കുട്ടികളുടെ പാഠപുസ്തകങ്ങൾക്കും അവർ വായിക്കുന്ന ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾക്കുമുണ്ട്. ഈ രംഗത്താണ് ബാലസാഹിത്യത്തിന്റെ പ്രസക്തി ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുന്നത്. ഈ മേഖലയിൽ സാഹിത്യാഭിരുചിയും അറിവും പകർന്നു കൊടുക്കുന്നതിലുപരി ബുദ്ധിവികാസത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. ഒപ്പം കുട്ടികളിൽ മാതൃകാപരമായ വ്യക്തിവികാസത്തിനു കൂടി ബാലസാഹിത്യം കളമൊരുക്കണം. കുട്ടികളും പൊതുവിജ്ഞാനവും. പൊതുവിജ്ഞാനം എന്താണ്, എന്തിനാണ്? ഒരു വ്യക്തിയെ തന്റെ ചുറ്റുമുള്ള പ്രപഞ്ചവുമായി ബന്ധിപ്പിക്കുന്ന ഘടകങ്ങളുടെ കൂട്ടമാണ് പൊതുവിജ്ഞാനം. പൗരബോധം, പ്രകൃതി സ്നേഹം, മാനവികത, നീതിന്യായബോധം എന്നിവ കുട്ടികളിൽ വളർന്നു വരണം. അറിവിന്റെ ചിതറിയ നുറുങ്ങുകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നതാണ് ജ്ഞാനത്തിന്റെ ഉദയം. അത്തരം ഒരു ഉദയത്തിലേക്ക് കുരുന്നു മനസ്സുകളെ നയിക്കുന്ന പുസ്തകങ്ങളും ദൃശ്യ ശ്രാവ്യ സഞ്ചികളും ശിബിരങ്ങളും അടങ്ങുന്നതാണ് ഈ ഒരു മേഖലയിലെ ബാലസാഹിത്യം എന്ന് പറയുന്നത്. കുട്ടികളുടെ സിനിമയും നാടകവും. കുട്ടികൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന നാടകങ്ങളും ചലച്ചിത്രങ്ങളും വിദ്യാഭ്യാസപരമായ പ്രാധാന്യം കൂടിയുണ്ട്. കുട്ടികൾക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെടുന്ന നാടകങ്ങൾ, സിനിമ എന്നിവ പ്രത്യേക കരുതലോടെയാണ് തയ്യാറാക്കുന്നത്. അതിലേക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുന്ന സാഹിത്യകാരൻ കുട്ടികളുമായി ഉരുമ്മി ജീവിച്ച് അവരുടെ രസാനുഭൂതികൾ ഏതെല്ലാം മേഖലകളിലാണ് തളിരിട്ടു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയാണ് രചന നിർവഹിക്കുന്നത്. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സിനിമയും നാടകവും വിജയിക്കൂ. കുട്ടികളുടെ കലാവാസന വളർത്തുന്നതോടൊപ്പം കലാപരമായ വിവിധ കാര്യങ്ങൾ സാങ്കേതിക വൈദഗ്ധ്യം നേടുന്നതിനും ഇത്തരം ബാലസാഹിത്യ ഇടപെടലുകളിലൂടെ സാധിക്കാറുണ്ട്. കവിത, ജീവചരിത്രം, ശാസ്ത്രം തുടങ്ങി സാധാരണ ഗണത്തിൽപ്പെടുന്ന ബാലസാഹിത്യങ്ങളുമുണ്ട്. ബാലസാഹിത്യത്തെ സമ്പന്നമാക്കിയ പ്രമുഖ സാഹിത്യകാരനായ കുഞ്ഞുണ്ണിയെയും സ്മരിക്കണം. ബാലസാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുണ്ണി ശൈലിയും കുഞ്ഞുണ്ണി യുഗവുമുണ്ട്. ബാലമനസ്സുകളുടെ മുഴുവൻ ആത്മചൈതന്യവും ആവാഹിച്ചെടുത്ത പവിത്രതയും ചലനാത്മകവുമായ മനസ്സിനുടമയാണ് അദ്ദേഹം. കുഞ്ഞുണ്ണി മാഷെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ബാലസാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഇനി ബാലസാഹിത്യം ആശ്ലേഷിക്കുന്ന വ്യത്യസ്ത മേഖലകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇത് താഴെ പറയുന്ന രൂപരേഖയിൽ അവതരിപ്പിക്കാം. ബാലസാഹിത്യത്തെ സർഗസാഹിത്യം, വിജ്ഞാന സാഹിത്യം എന്ന രീതിയിൽ നമുക്ക് തരംതിരിക്കാം. ഇതില് സർഗസാഹിത്യത്തില് ഗദ്യത്തില് കഥയും നോവലും, പിന്നെ കവിത, നാടകവും തിരക്കഥയും, പിന്നെ ഭാഷേതരം അത് ചിത്രം, ശബ്ദലേഖനം, പിന്നെ ആത്മകഥയും കൂടി ഉൾപ്പെടും. ഇനി വിജ്ഞാന സാഹിത്യത്തിലാണെങ്കിൽ അത് പുസ്തകം, അത് ഒറ്റകൃതിയും പരമ്പരയുമാകാം. വിഷയ ചിത്രീകരണം, ചലച്ചിത്ര പ്രമേയം, ജീവചരിത്രം എന്നിവയാവാം. റഫറൻസ് കൃതികളാവാം. നിഘണ്ടുകൾ, വിജ്ഞാനകോശങ്ങൾ, വിവരങ്ങൾ അടങ്ങിയതും അല്ലാത്തതുമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഇതിൽ പെടാം. ഇത് സമഗ്രമല്ല എന്നുള്ളത് കൂടി അവിടെ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ബാലസാഹിത്യത്തിലെ ഭാഷയെ കുറിച്ചാണ്. വ്യത്യസ്ത പ്രായത്തിലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ വിവിധ ക്ലാസ്സിലെത്തിയ കുട്ടികൾക്ക് ഭാഷാപരമായി ഏത് നിലവാരമുണ്ടാകുമെന്നതിനെ പറ്റി വസ്തുനിഷ്ഠമായ ധാരണ ഉണ്ടാവണം. അപ്പൊ നമുക്ക് ഈ ഒരു വ്യത്യസ്ത പ്രായത്തിലെത്തിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ വിവിധ ക്ലാസ്സിലെത്തിയ കുട്ടികൾക്ക് ഇവർക്ക് ഭാഷാപരമായിട്ട് വ്യത്യസ്തങ്ങളായ നിലവാരങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ പ്രായത്തിനനുസരിച്ചുള്ള നിലവാരം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ഭാഷയിലെ എല്ലാ തലങ്ങളെയും ആഴത്തിലും പരപ്പിലും സ്പർശിച്ചുകൊണ്ടാവണം ഈ നിലവാരത്തെ കണ്ടെത്താൻ. അപ്പൊ നമ്മുടെ
ഭാഷയിലെ എല്ലാ തരങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? ആഴത്തിലും പരപ്പിലും സ്പർശിച്ചുകൊണ്ടാവണം നമ്മൾ ഈ ഒരു നിലവാരത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അക്ഷരങ്ങൾ, ലിപി, സംയുക്ത വ്യഞ്ജനങ്ങൾ, പദസംഹിത, വാക്യഘടന, ശൈലികൾ എന്നിവ ഭാഷയുടെ വിവിധ തട്ടുകളിൽ ഏതൊക്കെ ഗ്രഹിച്ചു കഴിഞ്ഞുവെന്നും ഇനി ഏതൊക്കെ ഗ്രഹിക്കാനുണ്ട് എന്ന കാര്യം കൂടി എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു ബാലസാഹിത്യങ്ങൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സാഹിത്യത്തിലെ ഭാഷയെ അതിനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ കൂടി കുറിച്ചുള്ള ധാരണ വേണം. ബാലസാഹിത്യത്തിലെ ഭാഷ സംസാര ഭാഷയോട് അടുത്തിരിക്കണം. അപ്പൊ ബാലസാഹിത്യത്തിലെ ഭാഷ ഏത് തരത്തിലുള്ളതായിരിക്കണം? നമ്മൾ സംസാരിക്കുന്ന ഭാഷയോട് അടുത്തിരിക്കണം. അത് എളുപ്പം താദാത്മ്യം പ്രാപിക്കാൻ ഉപകരിക്കും. കുട്ടികളുടെ ഭാഷയിൽ വേണം കുട്ടികളോട് സംസാരിക്കാൻ. കുട്ടികളുടെ ഭാഷയിൽ വേണം നമ്മൾ കുട്ടികളോട് സംസാരിക്കാൻ. ബാലസാഹിത്യത്തിൽ അതത് നിലവാരത്തിലുള്ള ഭാഷകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇറങ്ങിച്ചെല്ലണം. നേരവാ നേരപോ രീതിയിലുള്ളതല്ല, ബിംബസമൃദ്ധവും ചടുലവുമായിരിക്കണം ആ ഭാഷ. ചെറിയ കുട്ടികളുടെ കഥയിൽ പദങ്ങൾ ആവർത്തിക്കും. പണ്ട് പണ്ട് കർണാടകം എന്നൊരു രാജ്യത്ത് ജീരകം എന്നൊരു വിത്ത് നട്ടു എന്നിങ്ങനെ നമ്മളെ ഈ ഒരു പദങ്ങൾ ആവർത്തിച്ചു വരുന്നത് ചെറിയ കുട്ടികളുടെ കഥയിൽ കാണാൻ പറ്റും. ബാലസാഹിത്യത്തിലെ ഭാഷയ്ക്ക് പൊതുവെ കൃത്യത വേണമെന്നില്ല. കഥ പറയുമ്പോൾ കുട്ടിയെ കഥയുടെ ഭാഗമാക്കി പറയുന്നത് അവർക്ക് എന്ത് ചെയ്യും? താല്പര്യം വർദ്ധിപ്പിക്കും. അതുപോലെ സംഭാഷണത്തിന് നമുക്ക് ഈ ഒരു കഥകളിൽ കൂടുതൽ പ്രാധാന്യം നൽകാം. ലളിതമായ ആഖ്യാന രീതി ആയിരിക്കണം കുട്ടികളുടെ സാഹിത്യത്തിൽ ഉപയോഗിക്കേണ്ടത്. അധികം പ്രയാസമില്ലാത്തതും നല്ലൊരു ശതമാനം വരെ ലഘുവായ വിവരണങ്ങൾ ഉള്ളതും കഠിനമല്ലാത്ത പദങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള ശൈലിയാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുക. ഭർ, ഹിം, ഹും എന്നിങ്ങനെയുള്ള ശബ്ദബിംബങ്ങളൊക്കെ കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്? ഇഷ്ടപ്പെടാറുണ്ട്. കഥാപാത്രങ്ങളുടെ പേരുകൾ നാമവിശേഷണത്തോടു കൂടിയതായിരിക്കും. എന്ന് വെച്ചാല് കുഞ്ഞിക്കൂനൻ, മാണിക്യക്കല്ല്, മന്ദാരക്കുരുവി പോലെ മുതിർന്നവരുടെ ഭാഷയിൽ ഉപയോഗിക്കും പോലെ സർവനാമങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല? ഇഷ്ടപ്പെടുന്നില്ല. അതിനാൽ ഉണ്ണിയുടെ അച്ഛൻ ഉണ്ണിക്ക് എന്താ കൊണ്ടുവന്നത്? കണ്ണൻ കണ്ണന്റെ അമ്മയോട് പിണക്കമ, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളായിരിക്കും കൂടുതലായിട്ടും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത് കൂടി അവിടെ ഓർത്തിരിക്കുക. പൊടിപ്പും തൊങ്ങലും വെച്ച ഭാഷയാണ് കുട്ടികളുടെ സാഹിത്യത്തിൽ വേണ്ടത്. അപ്പൊ കുട്ടികളുടെ സാഹിത്യത്തില് നമ്മൾ പൊടിപ്പും തൊങ്ങലും വെച്ച ഭാഷയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത്. രാജഭാഷ, രാക്ഷസ ഭാഷ, മന്ത്രവാദി ഭാഷ, കാട്ടാള ഭാഷ എന്നിങ്ങനെ വ്യത്യസ്ത കൃത്രിമ ഭാഷകൾ ബാലസാഹിത്യത്തില് ആവശ്യമാണ്. ഹായ്, ഞേ, അമ്പട, എന്റെ അമ്മോ ഇങ്ങനെ ചിഹ്നങ്ങളോടെയുള്ള ഭാഷയും പളപള മിന്നുന്ന പട്ടുകുപ്പായം, തെളുകളെ തെളിഞ്ഞ പുഴവെള്ളം എന്നിങ്ങനെ ആവർത്തിക്കുന്ന ഭാഷയും മലയോളം ഉയരമുള്ള രാക്ഷസൻ, ഉരുളി പോലുള്ള കുടവയറ് എന്നിങ്ങനെ അതിശയോക്തി ഭാഷയും ബാലസാഹിത്യത്തിൽ കുട്ടികളുടെ ഇഷ്ടമേഖലയാക്കി തീർക്കുമെന്നതിൽ നമുക്ക് സംശയമില്ല. അപ്പോ പൊടിപ്പും തൊങ്ങലും വെച്ച ഭാഷയായിരിക്കണം. പിന്നെന്താണ്? കുറച്ചുകൂടെ നമ്മൾ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരുടെ പേരും അവരെയൊക്കെ ഉൾപ്പെടുത്തി പറയുന്ന കഥയാണ് കുറച്ചുകൂടെ നല്ലതാണ്. അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനി നമ്മൾ ബാലസാഹിത്യത്തിലെ കഥാപാത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ചെറിയ കുട്ടികൾക്ക് മൃഗങ്ങളും പരിചിത വസ്തുക്കളും ജീവികളും കഥാപാത്രങ്ങളാകുന്നതാണ് ഇഷ്ടം. അപ്പൊ ചെറിയ കുട്ടികൾക്ക് മൃഗങ്ങളും അവർക്ക് നല്ല പരിചയമുള്ള വസ്തുക്കളും ജീവികളും ഒക്കെ കഥാപാത്രങ്ങളാകുന്നതാണ് ഇഷ്ടം. ഇവരെല്ലാം സംസാരിക്കുന്നവയുമാകണം. അപ്പൊ ഈ മൃഗങ്ങളൊക്കെ ഈ പല കാര്യങ്ങളും സംസാരിക്കുന്നവരും ആകണമെന്നുള്ളത് നിർബന്ധമാണ്. മൃഗങ്ങൾക്ക് തന്നെ അസാധാരണത്വം ഉണ്ടായാൽ കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാകും. അപ്പൊ ഈ മൃഗങ്ങൾക്ക് തന്നെ കൂടുതലായിട്ടുള്ള അസാധാരണത്വം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു കഥാപാത്രത്തെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ അത് കാരണമാകും. കണ്ണിൽ നിന്ന് തീപാറുന്ന കുതിര, പറക്കാൻ കഴിയുന്ന ആന, വാലുകൾ നീളുന്ന കുരങ്ങൻ തുടങ്ങിയ വിശേഷ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ ബാലസാഹിത്യ കൃതികളിൽ സാധാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പക്ഷികള്, മൃഗങ്ങള്, കുട്ടികള്, അലൗകികരായ ദേവന്മാര്, രാജാക്കന്മാര്, അരുവികള്, അദൃശ്യര്, ഒരങ്കുലം മാത്രമുള്ള മനുഷ്യർ, ഇങ്ങനെ നീളുന്നു ബാലസാഹിത്യ കഥാപാത്രങ്ങൾ. അതുപോലെ പാവക്കുട്ടിക്കും പ്ലാവിലക്കാളയ്ക്കും
തൊട്ടിലിലെ കൊച്ചനുജനും ഒരേ പരിഗണനയാണ് കുട്ടികൾ നൽകുന്നത്. അപ്പൊ കുട്ടികൾ നൽകുന്നത് എല്ലാവർക്കും ഒരേ തരത്തിലുള്ള പരിഗണനയാണ്. പ്രധാന കഥാപാത്രമായി മാറിയോ കഥാപാത്രത്തിന്റെ കൂടെ സഞ്ചരിച്ചോ ആണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, രചനകള് ആസ്വദിക്കുന്നത്. പഴയ കാലത്തെയും അതിന്റെ പ്രൗഢിയെയും കഥകളിൽ കാണുന്നത് കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പൊ പഴയ കാലത്തെക്കുറിച്ചും ആ ഒരു കാലത്തിന്റെ പ്രൗഢിയെക്കുറിച്ചും കഥകളിൽ കാണുന്നത് എന്താണ്, കുട്ടികൾക്ക് ഇഷ്ടമാണ്. രാജാവ്, പ്രഭു, കൊട്ടാരം, രഥം, മണിമാളിക ഇവയൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉദാഹരണമാണ്. കൊച്ചു മനുഷ്യർ ബാലസാഹിത്യത്തിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഈ കൊച്ചു മനുഷ്യർ, ചെറിയ മനുഷ്യർ എന്താണ്, ബാലസാഹിത്യത്തിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. നരേന്ദ്രനാഥിന്റെ ഇത്തിരി കുഞ്ഞന് എത്ര ആരാധകരാണുള്ളത്. സുജാതയും കാട്ടാനയും ഉണ്ണിക്കുട്ടനും കഥകളിയും നമ്പൂരി അച്ഛനും മന്ത്രവും തുടങ്ങി എത്ര കൃതികളിലെ കഥാപാത്രങ്ങളുമായാണ് കൊച്ചുകുട്ടികൾ നെഞ്ചിലേറ്റി ലാളിക്കുന്നത്. ഇതുപോലെ നിരവധി കഥാപാത്രങ്ങളാണ് ബാലസാഹിത്യത്തിലുള്ളത്. അത്തരം കഥാപാത്രങ്ങളെയും അവയുടെ സൃഷ്ടാക്കളെയും രചനകളെയും കണ്ടെത്തുന്നത് രസകരമായിട്ടുള്ള പ്രവൃത്തിയായിട്ട് മാറാറുണ്ട്. ഇനി കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ബാലസാഹിത്യ മേഖലയ്ക്ക് ഉണർവും കരുത്തും പകരാൻ 1981 നിലവിൽ വന്ന സ്ഥാപനമാണ് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ബാലസാഹിത്യ മേഖലയ്ക്ക് ഒരു ഉണർവും കരുത്തും പകരാൻ വേണ്ടിയിട്ട് 1981 നിലവിൽ വന്ന ഒരു സ്ഥാപനമാണ് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് മലയാളത്തിലെ പ്രസിദ്ധ ബാലസാഹിത്യ മാസികയായിട്ടുള്ള തളിര് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ ഈ ഒരു കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് മലയാളത്തിലെ പ്രസിദ്ധ ബാലസാഹിത്യ മാസികയായിട്ടുള്ള തളിര് പ്രസിദ്ധീകരിക്കുന്നത്. കുട്ടികൾക്കായി നിരവധി പുസ്തകങ്ങളും ആനുകാലികങ്ങളും കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം എന്ത് ചെയ്യുന്നുണ്ട്, പ്രസിദ്ധീകരിക്കുന്നുണ്ട്. 8 വാല്യങ്ങളിലായി പ്രസിദ്ധീകരിച്ച ബാലകൈരളി വിജ്ഞാനകോശമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖ്യ സംരംഭമായിട്ട് നമുക്ക് പറയാൻ പോകുന്നത്. പാഠപുസ്തകങ്ങൾക്ക് അനുബന്ധമായി ഉപരിവായനയ്ക്കുള്ള രചനകളും ഈ ഒരു ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അക്ഷര കൈരളി, ദർശന കൈരളി, ചരിത്ര കൈരളി, ശാസ്ത്ര കൈരളി, വിജ്ഞാന കൈരളി എന്നിങ്ങനെ ഭിന്ന പരമ്പരകളിൽ വളരെയധികം കൃതികൾ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ലോക ക്ലാസിക്കുകളുടെ പുനരാഖ്യാനങ്ങളായ വിശ്വകൈരളി പരമ്പര ഏറെ പ്രസിദ്ധമാണ് എന്നുള്ളതും കൂടെ തിരിച്ചറിയാം. മലയാള ബാലസാഹിത്യ രചനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ബാലസാഹിത്യ പുരസ്കാരങ്ങളിലും കുട്ടികൾ വായന പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി തളിര് വായനാ മത്സരവും ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കാറുണ്ട്. സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ഈ ഒരു ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നത്. അവിടെ കുറച്ച് പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ DLEDന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി ബാലസാഹിത്യ കൃതികളുടെയും പ്രസിദ്ധീകരണങ്ങളുടെയും ക്ലാസ് റൂം സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ആ ഒരു ബോക്സിലുള്ള കാര്യം പറഞ്ഞു നോക്കാം, ഒന്ന് വായിച്ചു നോക്കാം. ബാലസാഹിത്യത്തെ കുട്ടികളുടെ വളർച്ചാഘട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ശിശു സാഹിത്യം, ബാലസാഹിത്യം, കിശോര സാഹിത്യം, കൗമാര സാഹിത്യം എന്നിങ്ങനെ വിഭജിക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു ബാലസാഹിത്യത്തെ അവരുടെ വളർച്ചാഘട്ടങ്ങളുടെ, കുട്ടികളുടെ വളർച്ചാഘട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ശിശു സാഹിത്യം, ബാലസാഹിത്യം, കിശോര സാഹിത്യം, കൗമാര സാഹിത്യം എന്നിങ്ങനെ വിഭജിക്കാം. 1 മുതൽ 6 വയസ്സുവരെ പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ശിശു സാഹിത്യം ഉപയോഗിക്കുക. നഴ്സറി ഗാനങ്ങൾ, അർത്ഥത്തിന് പ്രാധാന്യമില്ലാത്ത പ്രാസനിഷ്ഠ കവിതകൾ തുടങ്ങിയവ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഇഷ്ടപ്പെടും. 6 മുതൽ 10 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ബാലസാഹിത്യത്തിൽ ലഘു കവിതകൾ, യക്ഷിക്കഥകൾ, പ്രകൃതി കഥകൾ, ചരിത്ര കഥകൾ, വിനോദ കഥകൾ, പുരാണ കഥകൾ തുടങ്ങിയവ ഉൾപ്പെടുന്നുണ്ട്. 10 മുതൽ 12 വയസ്സുവരെയുള്ളവർക്ക് വേണ്ടിയുള്ള കിശോര സാഹിത്യത്തിൽ ലഘു ജീവിത ചരിത്രങ്ങൾ,
വീരപാതന കഥകൾ, ബാലകഥകൾ, ബാലകവിതകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. 12നും 16നും ഇടയിലുള്ളവർക്കുള്ള കൗമാര സാഹിത്യത്തിൽ സാഹസിക കഥകൾ, വിജ്ഞാനപ്രധാനമായ ചെറിയ ലേഖനങ്ങൾ, ജീവചരിത്രം, നോവൽ, കഥ, കവിത എന്നിവ ഉൾപ്പെടാറുണ്ട്. ഈ വിഭജനം ഉണ്ടെങ്കിലും ഇവയെല്ലാം ബാലസാഹിത്യം എന്ന് പൊതുവെ അറിയപ്പെടുന്നു. ഇത് മലയാള സാഹിത്യം കാലഘട്ടങ്ങളിലൂടെ എന്ന പുസ്തകത്തിൽ എരുമേലി പരമേശ്വരൻ പിള്ള പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നുള്ളതും കൂടെ തിരിച്ചറിയാം. ഇനി നമുക്ക് കുട്ടികൾക്കായുള്ള ആനുകാലിക പ്രസിദ്ധീകരണങ്ങളെ കുറിച്ച് നോക്കാം. 19ാം നൂറ്റാണ്ടിന്റെ വരദാനമാണ് മലയാളത്തിലെ ആനുകാലികങ്ങൾ. ആനുകാലികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങുന്ന ആ ഒരു തരത്തിലുള്ള രചനകൾക്കാണ് ആനുകാലികം, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രചാരണം ലക്ഷ്യമാക്കി നിരവധി വിദ്യാഭ്യാസ മാസികകളും ഇവിടെ ഉദയം ചെയ്തിട്ടുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തിത്വ വികാസത്തിന് അടിത്തറ പാകുന്ന കാലമാണ് ബാല്യകൗമാരങ്ങൾ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തിത്വ വികാസത്തിന് അടിത്തറ പാകുന്ന കാലമാണ് ബാല്യകൗമാരങ്ങൾ. അവരെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ സുഹൃത്തുക്കളും അവർ വായിക്കുന്ന കൃതികളുമാണ്. അപ്പൊ കുട്ടികളെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അവരുടെ കൂട്ടുകാരും അതുപോലെ അവർ വായിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള കൃതികളുമാണ്. വളരുന്ന ഈ കാലഘട്ടത്തിൽ അവർക്ക് ഓരോ പ്രായത്തിനും അനുസരിച്ചുള്ള രചനകളാണ് വായനയ്ക്ക് ലഭിക്കേണ്ടത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ഓരോ പ്രായത്തിനും അനുസരിച്ചുള്ള രചനകളാണ് ലഭിക്കേണ്ടത്. അത് തിരഞ്ഞെടുത്ത് കുട്ടികൾക്ക് ലഭ്യമാക്കുന്നവർ അവരുടെ പ്രായത്തെ ഏറെ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ വായന ശീലിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് കടികട്ടി പുസ്തകങ്ങളല്ല കൊടുക്കേണ്ടത്. കൃത്യമായിട്ട് അവയുടെ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് വായനയ്ക്ക് ലഭിക്കേണ്ടത്. ഇങ്ങനെ വിവിധ പ്രായക്കാർക്കുള്ള ആനുകാലികങ്ങൾ ഇന്ന് മലയാളത്തിൽ ധാരാളമുണ്ട്. ഇന്ന് നമുക്ക് അതുപോലെയുള്ള ആനുകാലികങ്ങൾ മലയാളത്തിൽ ധാരാളം കിട്ടാനുണ്ട്. ആസൂത്രിതമായ ശാസ്ത്രവിജ്ഞാന വിതരണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമായ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുട്ടികൾക്ക് വേണ്ടി പ്രസിദ്ധീകരിക്കുന്ന മാസികകളാണ് യുറീക്ക, ശാസ്ത്രകേരളം എന്നിവ. കുട്ടികൾക്ക് ശാസ്ത്ര താല്പര്യവും വിജ്ഞാനവും വളർത്താനും വിനോദം പകരാനും പ്രസ്തുത മാസികകൾക്ക് കഴിയുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ കളിക്കുടുക്ക, മിന്നാമിന്നി, തളിര്, വിദ്യാരംഗം, കുട്ടികളുടെ ദീപിക, തത്തമ്മ, ബാലയുഗം, ചങ്ങാതി, ബാലരമ, ഡൈജസ്റ്റ് തുടങ്ങി ഒട്ടനവധി ആനുകാലികങ്ങൾ കുട്ടികളെ ലക്ഷ്യമാക്കി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. കുറ്റാന്വേഷണ കഥകളും മന്ത്രവാദ കഥകളും ജന്തു കഥകളും ഒക്കെ മിക്കവാറും എല്ലാ മാസികകളിലും വാരികകളിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സ്കൂൾ പാഠപുസ്തകങ്ങളിലൂടെയും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലൂടെയും നിരവധി ജീവിത മൂല്യങ്ങൾ സ്വായത്തമാക്കണമെങ്കിൽ അവരിൽ രചന നിർവഹിക്കുന്നവരും അവർക്ക് അത് തിരഞ്ഞെടുത്ത് നൽകുന്നവരും ഏറെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ അവിടെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ആനുകാലികങ്ങളെ അവയുടെ ലക്കം പ്രസിദ്ധീകരിച്ച് അടുത്ത ലക്കം പ്രസിദ്ധീകരിക്കുന്നത് വരെയുള്ള കാലദൈർഘ്യം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ദ്വിവാരിക, മാസിക, വാരിക, ദ്വിമാസിക, ത്രൈമാസിക, അർദ്ധവാർഷികം, വാർഷികം എന്നിങ്ങനെ വർഗീകരിക്കാറുണ്ട്. ചിലത് മാസത്തിൽ കിട്ടുന്നതായിരിക്കും, ചിലത് ആഴ്ചകളിൽ കിട്ടുന്നതായിരിക്കും. അങ്ങനെയുള്ളത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതിനെ തിരിക്കാറുണ്ട്. മലയാളത്തിലെ പ്രമുഖ ദിനപത്രങ്ങൾ ബാലസാഹിത്യത്തിനായി പ്രത്യേകം പേജുകൾ തന്നെ മാറ്റിവെച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പഠന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നവയും ദിനാചരണങ്ങൾക്കായി കുട്ടികളെ തയ്യാറാക്കുന്നവയും അധിക വായനയ്ക്കുള്ളവയും തുടങ്ങി ബാലസാഹിത്യത്തിന്റെ വിവിധ മേഖലകളിലൂടെ കടന്നു പോകുന്നവയാണ് ആനുകാലികങ്ങളിലെയും ദിനപത്രങ്ങളിലെയും ബാലപംക്തികൾ എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. ഇവിടെ കുറച്ച് ആ ഒരു പത്രങ്ങളുടെയൊക്കെ ചിത്രങ്ങളും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ കുറച്ച് പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രവർത്തനങ്ങൾ നിങ്ങൾ DLEDന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ടാവും. എലിമെന്ററി ക്ലാസ്സുകളിൽ പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പാക്കുന്നതിനും നമുക്ക് ബാലസാഹിത്യ കൃതികളെ പ്രയോജനപ്പെടുത്താം.
ഇങ്ങനെ ആസൂത്രണം ചെയ്യുന്നതിന് മുമ്പ് ലോവർ പ്രൈമറി തലത്തിലും അപ്പർ പ്രൈമറി തലത്തിലുമുള്ള കുട്ടികൾക്ക് എപ്രകാരമുള്ള രചനകളാണ് സ്വീകാര്യമാവുക എന്ന സാമാന്യ ധാരണ നമ്മൾ നേടേണ്ടതുണ്ട്. ഇനി ലോവർ പ്രൈമറി തലത്തിൽ നമുക്ക് നോക്കാം. പ്രൈമറി തലം കഴിഞ്ഞെത്തുന്ന 6 മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ളവരെയാണ് നമ്മൾ ലോവർ പ്രൈമറി തലത്തിൽ പരിഗണിക്കുക. ഏറെ കണ്ടറിയാനും കേട്ടറിയാനും അവസരം ലഭിച്ച കുട്ടികളായിരിക്കും ഈ ഒരു ലോവർ പ്രൈമറി തലത്തിലെ കുട്ടികൾ. കുട്ടിക്കാല ജീവിതാനുഭവങ്ങളും നിർണായക സന്ദർഭങ്ങളും കഥാവസ്തുവുമായി വരുന്നവ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കഴിയും. ഇത്തരം കഥകളിൽ കഥ മുന്നോട്ട് നീങ്ങുന്നതിനുതകുന്ന സംഭാഷണവും ആകാം. വളച്ചു കെട്ടില്ലാത്തതും വ്യക്തതയും ലാളിത്യവും ഉള്ള രചനകൾ ഉൾക്കൊള്ളുന്നവരാണ് പ്രൈമറി തലത്തിലെ വിദ്യാർത്ഥികൾ. പഠനം രസകരമാവുന്നതിന് അനുയോജ്യമായിട്ടുള്ള സന്ദർഭങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അപ്പർ പ്രൈമറി തലമാണ് നമ്മൾ നോക്കുന്നത്. 10 മുതൽ 13 വയസ്സ് വരെ പ്രായമുള്ളവരാണ് അപ്പർ പ്രൈമറി തലത്തിൽ വരുന്നവര്. സ്വന്തമായ ഒരു മാർഗത്തിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഇവർ തുടങ്ങുന്നുണ്ട്. സങ്കല്പിക്കാനുള്ള കഴിവ് കൈവരുന്നതുകൊണ്ട് സാങ്കല്പിക കഥകൾ ഉൾക്കൊള്ളാൻ ഇവർക്ക് കഴിയാറുണ്ട്. സാഹസിക കഥകളിലും പുരാണ കഥകളിലും ജീവചരിത്ര കഥകളിലും ഇവർ ആകൃഷ്ടരായിരിക്കും. ചുറുചുറുക്കുള്ള വാക്കുകളിൽ വളച്ചുകെട്ടില്ലാതെ കൊച്ചു കൊച്ചു വാക്യങ്ങളിൽ പറയുന്നതാണ് ഈ പ്രായക്കാർക്ക് ഇഷ്ടം. തുടങ്ങിയ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. റഫറൻസ് ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു നോക്കാൻ പറ്റുമോ എന്ന് വായിച്ചു നോക്കുക. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ, ക്ലാസ് നല്ലതാണെങ്കിൽ നല്ലതാണ് എന്നുള്ള അഭിപ്രായവും ക്ലാസ് എന്തെങ്കിലും തരത്തിൽ മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തി കമന്റ് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.